VR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കൊടക്കല്ല് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പൊ അതെന്താ വെച്ചിട്ടുണ്ടെങ്കില് അത് ഇക്രുവിന് പഠിക്കാണ്ടായിരുന്നു. അതെ അതെ, ഞങ്ങൾക്ക് 7, 6 ഹിസ്റ്ററി സോഷ്യലൊക്കെ പഠിക്കാനായിട്ട് കൂടുതലുണ്ടായിരുന്നു. ആദ്യത്തെ ഏഷ്യന്റെ അങ്ങനെയൊക്കെ ഏഷ്യനായിട്ട് പഠിക്കാനുള്ള സംഭവങ്ങളിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഭവമായിരുന്നു കുടക്കല്ല് എന്നൊക്കെ പറയണത്. അപ്പൊ അതിന്റെ മുന്നിലാണ് ഇപ്പോ നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇത് ഈ കാണുന്നതാണ് കുടക്കല്ല്. ഈ കൊടക്കല്ല് ഇപ്പൊ ഉള്ളത് ഒരു കൊട്ടാരത്തിലാട്ടെ. ഈ കാണുന്ന കൊടക്കല്ല് കൊട്ടാരം ഏത് കൊട്ടാരത്തിലാണ്? നമ്മുടെ ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിൽ. അതെ, ശക്തൻ തമ്പുരാൻ കൊട്ടാരത്തിലാണ്. അതെ. അപ്പൊ ഇതിന്റെ വേറെ പ്രത്യേകത ഇത് 4 കല്ലുകൾ ഉണ്ടാവും. അതായത് പണ്ട് കാലത്ത് ആൾക്കാര് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരുടെ ശവം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംഭവമാണ്. അത് ആദ്യകാലങ്ങളിൽ മഹാശിലായുഗത്തിലുള്ള സ്റ്റോൺ ഏജിൽ മഹാശിലായുഗത്തിൽ ഉണ്ടായിരുന്ന സംഭവം. പിന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ മാത്രം. അത് 4 കല്ലുകള് ഇങ്ങനെ കുത്തി വെക്കും ഇങ്ങനെ. എന്നിട്ട് അതിന്റെ മുകളില് കൂൺ പോലെയോ അല്ലെങ്കിൽ ഓലക്കുട ഉള്ള വെട്ടുകല്ല്. വെട്ടുകല്ലുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നത് അവര്. അപ്പൊ അതിന്റെ ഉള്ളില് സൂക്ഷിക്കാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെ തകട് പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ സംഭവം. വേറെ ജില്ലയിലോ സംസ്ഥാനത്തോ ഒന്നുമില്ല ഈ സംഭവം. അപ്പൊ തൃശ്ശൂർക്കാർക്ക് ഇത് കാണണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂര് ശക്തൻ കൊട്ടാരത്തിൽ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതെ, സുഖമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോ മൊത്തത്തിൽ കാണാൻ കണ്ടില്ല, സംഭവം വലുതാണ് കേട്ടോ. അതെ, ഭയങ്കര വലിപ്പമാണല്ലോ. എന്റെ കൈ കാണാൻ മനസ്സിലാവും. ഇത് ഓരോ സ്ഥലത്ത് 6 എണ്ണം 7 എണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവം. 6 എണ്ണം 7 എണ്ണൊക്കെ. അതെ അതെ. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ചെയ്തിരുന്ന ഒരു ഇതാണ്, സമ്പ്രദായമാണ്. ആ ഒരു ഇതെന്ന് നമ്മൾ ഈ കാണുന്ന പോലെ ശരിക്കും ഈ കാണുന്ന വൃത്താകൃതി ഉണ്ടല്ലോ ഈ കൊടക്കല്ല്, അതായത് നമ്മൾ ഈ ഓലക്കുടം പോലെ ഇങ്ങനെ മുകളിൽ വെച്ചിരിക്കുന്ന സാധനത്തിന്റെ ശരിക്കും ഒരു മേൽക്കൂര പോലെ 3-4 ആൾക്ക് ഇതിന്റെ അടിയിൽ നിൽക്കാം. ഈ എങ്ങനെ നിന്നാല് അതിന്റെ അടിയിൽ മഴയോ വെയിലോ ഒന്നും കൊള്ളില്ല. അത്രയും വട്ടുണ്ട് ഇതിന്. വെയിറ്റ് ഉണ്ടാവുമല്ലോ, അത് താങ്ങാൻ കെൽപ്പുള്ള അതേ കല്ലുകളാണ് അടിയിൽ വെച്ചിരിക്കുന്നത്. 4 കല്ലുകൾ ഇങ്ങനെ കുത്തി നിർത്തി പിരമിഡ് പോലെയാണ് അടിയിലത്തെ കല്ലുകളൊക്കെ വെച്ചിരിക്കുന്നത്. മുകളിൽ നമ്മൾ ഈ കൃഷ്ണന്റെ കഥയിലൊക്കെ ഉണ്ടാവും. കൃഷ്ണൻ ഒരു മല ഇങ്ങനെ പൊട്ടിച്ച് മഴ ദുരിതമൊക്കെ വന്നപ്പോ എന്നിട്ട് കൃഷ്ണ അതിന്റെ അടിയിൽ പോയിട്ട് ചെറിയ വിരലുകൊണ്ട് ഒരു വലിയ മല നിൽക്കുന്നത്. അതേപോലെയാണ് ഈ കാണുന്നത്. ഒരു മല പോലെ കാണുമ്പോ അടിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. കൊള്ളാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തെ ആൾക്കാരുടെ മരിച്ചുപോയ ആൾക്കാരുടെ കുടീരം അതാണ് മെയിൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കേട്ടോ. ഇപ്പോഴത്തെ അതിന് പിന്നെ കാലഘട്ടം അത് മഹാശിലായുഗത്തിലായിരുന്നു. പിന്നെ മാറി മാറി ഒരു കാലഘട്ടം മാറി വന്നപ്പോ അതിന്റെ ആ ഒരു സമ്പ്രദായം നിന്നു, സ്റ്റോപ്പായി. പിന്നെ പിന്നെ അങ്ങനെ പല രീതിക്ക് സംഭവങ്ങളൊക്കെയാണല്ലോ പല രീതികളായി. ഇപ്പൊ എന്താ വെച്ചാൽ ആൾക്കാർ എക്കണോമിക്കലായിട്ടും അതുപോലെ തന്നെ നോളജ് പരമായിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പരമായിട്ടും സാങ്കേതിക വിദ്യകളായിരുന്നു. മഹാശിലായുഗത്തിലെ ശിലാനിർമ്മിതികളാണ് കുടക്കല്ലുകൾ. മഹാശിലായുഗത്തിലെ മനുഷ്യരുടെ മൃതശരീരം സൂക്ഷിക്കാൻ അക്കാലത്തെ ആളുകൾ നിർമ്മിച്ചതാണെന്നും കരുതപ്പെടുന്നു. കേരളത്തിൽ മാത്രമാണ് കുടക്കല്ലുകൾ കാണപ്പെടുന്നത്. കുഴികളിൽ നന്നങ്ങാടിയിൽ അടങ്കം ചെയ്യുന്ന മൃതദേഹങ്ങൾക്കും ചുറ്റും 3-4 വെട്ടുകല്ലുകളും മുകളിൽ ഊണാകൃതിയിലോ ഓലക്കുടയുടെ ആകൃതിയിലോ ഉള്ള കല്ലും നാട്ടുന്നതാണ് സാധാരണ കുടക്കല്ലിന്റെ ആകൃതിയും പ്രകൃതിയും. ഇതൊക്കെയാണ് കൊടക്കലിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ആധികാരികമായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗുരുവായൂര് അരിയന്നൂർ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അരിയന്നൂർ പറഞ്ഞ സ്ഥലം. ആ അരിയന്നൂർ പറഞ്ഞ സ്ഥലത്ത് ഈ കൊടക്കല്ല് ഒരു 5 എണ്ണം 8 ഉണ്ട്. 4-5 കൊടക്കല്ലുണ്ട് അവിടെ. അത് ഇതേപോലെ തന്നെ നല്ല വലുതായിട്ട് അതൊരു പുരാവസ്തു രീതിയിൽ അതിന് മതിലൊക്കെ കെട്ടി ഗേറ്റ് ഒക്കെ ആയിട്ട് ആൾക്കാർക്ക് പോയി കാണാം കേട്ടോ. അങ്ങനെയുള്ള ഇതുണ്ട് അവിടെ ഉണ്ട് സംഭവം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ കൊട്ടാരത്തിൽ ഇതിന്റെ ഈ കൊടക്കലിന്റെ അടുത്ത് വന്നപ്പോ ഇവിടെ വേറൊരു സംഭവം ഉണ്ട്. അവിടെ ഒരു വലിയൊരു കുഴിയാണത്. അത് എന്താണ് സംഭവം നോക്കാം. നമുക്ക് ട്രഞ്ച് പോലെ കാണുന്നത്. അടിയിൽ കൂടെ ഒരു വഴി കണ്ട ഗുഹ കണ്ടു. അടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഗുഹ. ഇത് ചിലപ്പോ പണ്ട് രാജാക്കന്മാര് ചെയ്തു വെച്ചിട്ടുള്ള സംഭവങ്ങളായിരിക്കാം. ഈ വാറ് വരില്ലേ, യുദ്ധം വരുമ്പോ ശരിയാ ഒളിച്ചിരിക്കാനാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ശരിയാ, ഒരു പടികളുണ്ട്. അതെ, കറക്റ്റ് ഒരു പടിയും സംഭവം. ബങ്കറുകള്
എന്നൊക്കെ പറയില്ല. ഇറാനൊക്കെ യുദ്ധം യുദ്ധം നടക്കുന്നത് നടക്കണം അവിടെ ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയില്ല. അപ്പൊ അതുപോലത്തെ ബങ്കറുകളായിരിക്കും. അതുപോലെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു ഹോൾ ഉണ്ട് അടിയിലേക്ക്, കണ്ടോ? ആ ശരിയാണല്ലോ, ഇവിടെ ഹോളും കാണാനുണ്ട്. ഇവിടെ ഒരു ഹോൾ ഉണ്ട്, കണ്ടാ? ഇതിന്റെ ഹോള് ശരിയാ. ആ ഹോൾ അതിലൂടെ വരുമ്പോ ഇവിടെ എത്തും. അതെ, ചിലപ്പോ അതിനകത്ത് കൂടെ വന്ന് ആ ആറയുടെ അകത്ത് കയറിയിരുന്ന ചിലപ്പോ ശ്വാസം കിട്ടില്ലല്ലോ. ശ്വാസം കിട്ടാൻ വേണ്ടിട്ടൊരു അത് മാത്രമല്ല, ചിലപ്പോ ഇതിന്റെ ഉള്ളിൽ വലിയ സംഭവമായിരിക്കും. അതെ ശരിയാ, ഒന്നും പറയാൻ പറ്റില്ല. അതെ. അപ്പൊ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇവിടെ ഗ്ലാസ് ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ കരിങ്കല്ലായിട്ടിരിക്കുന്നത്. അത് അതിന്റെ ഉള്ളിലേക്ക് കേറാതിരിക്കാൻ വേണ്ടിട്ട് ഇട്ടതാണ്. അങ്ങോട്ട് ഒരു ഹോൾ ഉണ്ടാവും ഇതേപോലെ, കണ്ടോ? അങ്ങോട്ടൊരു ഇതുണ്ടാവും, ചിലപ്പോ ഹോൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ പണ്ട് കാലത്ത് നമ്മുടെ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന ഓരോ സംഭവങ്ങളാണ് ഇതൊക്കെ, കേട്ടോ? അപ്പൊ രാജാക്കന്മാരുണ്ടെന്ന് ശരിയാണല്ലോ, രാജാവിന്റെ രാജാക്കന്മാരുടെ സംഭവങ്ങളാണ്. അതെ അതെ, എന്റെ കാര്യം പെട്ടെന്ന് വിട്ടുപോയി. കൊള്ളാം, എന്തായാലും അടിപൊളി. അപ്പൊ ഈ ഇതിനെയൊക്കെ കുറിച്ച് പറയാൻ ഇവിടെ ഒരു കൊടക്കല്ലുണ്ട്, അതുപോലെ അവിടെ പിന്നെ ഗുഹ, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് കൂടുതൽ കൊടക്കലിനെ കുറിച്ച് അറിയാനുള്ളത്. ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ 6, 7, 8, 9 ക്ലാസ്സിലൊക്കെ കൂടുതലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സംഭവങ്ങളാണ്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊടക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങള്, അത് എങ്ങനെയാണ് ആ സംഭവം, മറ്റേ ഈ കൊടക്കല്ല് ഉണ്ടായത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്, ഇതൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പുസ്തകത്തിലുണ്ട്. അപ്പൊ അതിനെ 4 കല്ല് കുത്തി അതിന് മുകളിൽ ഓലക്കൊട പോലെ ഒരു പിരമിഡായിട്ട് വെക്കുന്നതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്താണെങ്കിൽ അന്ന് ക്രെയിനോ സംവിധാനങ്ങളോ ഒന്നുമില്ല. ഈ സാധനം എത്ര പേരെടുത്ത് പൊന്തിച്ചിട്ട് വേണം അതിന്റെ മുകളിൽ കയറ്റി വെക്കണമെങ്കിൽ, അതൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു ആത്മാർത്ഥ, അല്ലെങ്കിൽ അവര് ചെയ്തുള്ള എഫോർട്ട്, അതൊക്കെയാണ് ഭയങ്കര അടിപൊളിയാണ്. അതൊക്കെ നമ്മളിപ്പോ നിൽക്കണ, ഞാൻ പറഞ്ഞല്ലോ, കൊട്ടാരത്തിലാണ്. ഇപ്പൊ ഈ കൊട്ടാരത്തിലെ മൊത്തം വീഡിയോ അടിയിൽ ലിങ്ക് ഉണ്ട് അല്ലേ? മൊത്തം ഉണ്ടാവില്ല. ഞാനിപ്പോ കൊട്ടാരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ പറ്റും, അപ്പൊ കൊട്ടാരത്തെ കുറിച്ച്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.